ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. അതായത് ബ്രഷ് പെന്നാണ്, ഇത് ബോണ്ട് പേപ്പർ A4 ഷീറ്റാണ് ആൻഡ് 2 പെൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഴുതാനാണ് പോകുന്നത്. ആർക്ക് എന്തെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം. നമുക്ക് തുടങ്ങിയാലോ. ഇത് A4 ഷീറ്റാണ്. ഇതെന്തിൻ്റെ ബാക്കി പത്രമാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിലിം കണ്ടു, പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ കണ്ടു. അതിൽ ഒരാളുടെ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആക്കി. ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു നടനോട് അല്ലെങ്കിൽ നടിയോട് തോന്നുന്ന, അല്ലെങ്കിൽ അവരുടെ അഭിനയത്തോട് തോന്നുന്ന ഒരിഷ്ടം. അപ്പോൾ അത് എന്തായാലും എനിക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും പ്രിയപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് കൈപ്പടയാലെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു സ്റ്റാമ്പിങ് നേച്ചർ. അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നമ്മളതവിടെ പ്രകടിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഉള്ള സ്നേഹം അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പോൾ ഇത് എത്തിപ്പെടുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലോട്ട് ഇത് എത്തുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ബന്ധപ്പെടാനില്ല എന്നല്ല, പക്ഷേ എനിക്ക് തോന്നി ഇതിങ്ങനെ എഴുതി കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കൂടുതൽ ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തപ്പിപ്പിടിച്ചു. അഡ്രസ്സ് നമ്മൾ ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. അതവിടെ എത്രത്തോളം എത്തിപ്പെടും എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ എഴുതി തുടങ്ങി. നമ്മുടെ ഉള്ളിൽ എന്താണോ ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ സ്നേഹവും ഇഷ്ടവും ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ അതൊന്നും നമുക്കറിയത്തില്ല. കാണുമോ കാണില്ലയോ, ഈ ലെറ്റർ റിസീവ് ആവുമോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അതവിടെ എത്തിച്ചേർന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു ഹിതം, അല്ലെങ്കിൽ ദൈവം നമ്മളെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നാണല്ലോ അതിനർത്ഥം. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ സ്റ്റാമ്പിങ് നേച്ചറായിട്ട് എഴുതി കൊടുക്കാറുണ്ടോ, ലെറ്റേഴ്സ് എഴുതാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഉള്ള നല്ല ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവയ്ക്കാം. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള നടനാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിച്ചട്ടമ്പി കണ്ടോ, നിങ്ങളുടെ ആ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ പങ്കുവയ്ക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എഴുതി തുടങ്ങി. പിന്നെ നമ്മൾ ഒരു ലെറ്റർ ആകുമ്പോൾ കുറച്ച് ഇമ്പ്രസീവായിട്ടിരിക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് ക്യൂട്ട് സിനിമ ആർട്ടിസ്റ്റാണല്ലോ, അതെന്തായാലും പറഞ്ഞു ഓൾറെഡി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു. എന്നിട്ട് അതെല്ലാം കവർ ചെയ്തു. നമ്മളിപ്പോൾ ഏതൊരു റിലേഷനിലായാലും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്ത് തന്നെ ആയാലും, നമ്മൾ കൊടുക്കുന്നത് അത് ഒരു മെറ്റീരിയൽ തിങ് ആയിരിക്കണം, അത് ഇത്ര വാല്യുബിൾ ആയിരിക്കണം, ഇത്ര രൂപയുടെ ആയിരിക്കണം, അത് എന്നാലേ സ്നേഹമുള്ളൂ, അങ്ങനെയൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ നമ്മുടെ സ്നേഹം വളരെ പ്രഷ്യസ് ആയിട്ട് അതിലെഴുതുന്നതിനേക്കാൾ വലുത് എന്താണുള്ളത്? അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.